നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനാണ് ആദ്യം ചേരുന്നത്. വെൽക്കം സർ. ഇത്തവണ കാപ്പി കുടിക്കാൻ പാലക്കാട്ടേക്ക് വരാമെന്ന് വെച്ചു. നല്ലതാണത്. പാലക്കാട്ടെ ചൂടെങ്ങനെയുണ്ട്? സ്വാഭാവികമാണ്, പക്ഷെ ഡൽഹിയിലെ ചൂടിന്റെ അത്ര ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പാലക്കാട്ട് എന്നാലും ചൂടാണ്. അപ്പോൾ ഡൽഹിയിൽ താമസിച്ച ആളുകൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡൽഹിയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക്? സ്വാഭാവികമല്ല, ചൂട് അങ്ങനെയാണെങ്കിലും ചൂട് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണും. ഡൽഹി നാട്ടിലേക്ക് വന്നതിന് ശേഷം കുറെ കാലമായി, അതിനുശേഷമാണ് ഡൽഹിക്ക് പോകാനുള്ള അടുത്ത ഒരുക്കം തുടങ്ങുന്നത്. ഇത്തവണ ടൈറ്റ് ആണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പൊതുവേ ഉള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? അല്ല, പാലക്കാട് പൊതുവെ ഒരു ഇടതുപക്ഷ അനുഭവം പുലർത്തിപ്പോരുന്നൊരു പാർലമെന്റ് മണ്ഡലമാണ്. അതിന് വിഷമമുണ്ടാക്കുന്ന ഘടകങ്ങൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പാണ്, എപ്പോഴും ഏത് തെരഞ്ഞെടുപ്പിനും അതിനെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ സമീപിക്കണം. ആത്യന്തികമായി ജനങ്ങളാണ് വിധി എഴുതുന്നത്. ജനങ്ങളെയും വോട്ടർമാരെയും ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാൻ കഴിയൂ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് വരികയാണ്. 10:30 റോഡ് ഷോ തുടങ്ങാൻ പോകുന്നു. പ്രധാനമന്ത്രി ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണമൊക്കെ BJP 2 അക്ക സീറ്റ് നേടുമെന്നൊക്കെയാണ് പ്രധാനമന്ത്രി തന്നെ വന്ന് പത്തനംതിട്ടയിലടക്കം പറയുന്നത്. ഇവിടെ പാലക്കാട്ടേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് ഒരു ആശങ്കയുണ്ട്. അല്ല, പ്രധാനമന്ത്രി BJPയുടെ പ്രധാന പ്രചരണ നേതാവാണ്. സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം പോയി ഇത്തരം പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇത്തവണ പ്രചാരണം തുടങ്ങുന്ന കേരളത്തിൽ നിന്നാണ്, പാലക്കാട്ട് നിന്നാണ്. അതുകൊണ്ട് പ്രത്യേക സ്വാധീനമൊന്നും ഇവിടെ ചെലുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. BJPക്ക് അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ കൊണ്ടുവന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രവർത്തകർക്ക് ചിലപ്പോൾ ഗുണം ചെയ്യുമെന്നല്ലാതെ പാലക്കാടിൻ്റെ പൊതുസമൂഹത്തിലേക്ക് പ്രത്യേക സ്വാധീനമൊന്നും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഉണ്ടാക്കാൻ പോകുന്നില്ല. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതായത് BJP ഓരോ മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ അവർ പിടിക്കുന്ന വോട്ടുകൾ അത് LDFന്റെ ആയാലും UDFന്റെ ആയാലും വിജയത്തെയും പരാജയത്തെയും ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു സ്പോയിലിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ എന്താണ് സാധ്യത? C. കൃഷ്ണകുമാർ വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ, അതോ ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർത്തും? BJPയുടെ സ്ഥാനാർത്ഥി ഒരിക്കലും പാലക്കാട്ട് വിജയിക്കില്ല, അതൊരു വസ്തുതയാണ്. ബാക്കിയൊക്കെ അതാത് ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾക്കനുസരിച്ചാണ് ആ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് വരുന്നത്. കഴിഞ്ഞ തവണ ശബരിമല തരംഗം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രചാരണമായിരുന്നല്ലോ. പക്ഷേ ഇത്തവണ അതൊന്നുമില്ല. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചേക്കുമെന്ന് കേൾക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മുഴുവനാകുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതീതി UDFന് അനുകൂലമായി ഏതെങ്കിലും തരത്തിലുണ്ടോ? അല്ല, കഴിഞ്ഞ തവണ സൃഷ്ടിച്ചത് ഒരു കൃത്രിമ പ്രതീതിയാണ്, ഒറിജിനൽ പ്രതീതിയല്ല. വളരെ പക്ഷേ ആ പ്രതീതിയിൽ നമ്മൾ വീണു. പ്രതീതി എന്ന് പറയാൻ തന്നെ കൃത്രിമമാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതിൽ അവർ കഴിഞ്ഞ തവണ കേരളത്തിലെ മീഡിയയും വലിയ തോതിൽ അത്തരം ഒരു പ്രചാരവേല കൊണ്ടുവരികയുണ്ടായി. രാഹുൽ ഗാന്ധി വരാൻ പോകുന്നു. ചില മാധ്യമങ്ങളാകട്ടെ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ വയനാടിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശവും വികസിക്കും, കർണാടക, തമിഴ്നാട്, കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പ്രചരിപ്പിക്കേണ്ടായി. പക്ഷേ വസ്തുത ഞങ്ങൾക്കറിയായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പോലും ആവില്ല എന്നുള്ളത്. കാരണം പ്രതിപക്ഷ നേതാവ് ആവാനുള്ള സീറ്റ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. അങ്ങ് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ്, ഞാൻ പണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇന്ത്യ മുന്നണിക്ക് ഒരു സ്കോപ്പ് ഉണ്ടോ ഇക്കുറി? ഇന്ത്യ മുന്നണി എന്നത് നമ്മൾ കാണേണ്ടത് ഇന്ത്യ മുന്നണി ഏകോപിപ്പിക്കുക എന്നുള്ളതാണത്. അപ്പോൾ ഒരു പാർട്ടിക്ക് ഇന്നത്തെ ഇന്ത്യയിൽ BJPക്ക് എതിരെ ഒരു പ്രാമാണിക ശക്തിയായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം ഇല്ല. ഒരു പാർട്ടി BJP ഒരു ഭാഗത്ത് വെക്കുന്നു, മറ്റൊരു പാർട്ടിയാണ് പ്രധാന പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് BJPക്ക് എതിരായ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പ്രാദേശികതയ്ക്കാണ് വലിയ പങ്കുവയ്ക്കാൻ കഴിയും. BJP തോൽക്കാൻ പോകുന്നത് പ്രാദേശിക ശക്തികളുടെ കരുത്താണ് പ്രധാനമായിട്ട്. അപ്പോൾ അതിനെ ഏകോപിപ്പിക്കുക എന്നുള്ളൊരു ജോലി ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം BJPക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സാധ്യത എന്തുകൊണ്ടെന്ന് വെച്ചാൽ BJPക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നതൊക്കെ പരമാവധി സീറ്റാണ്. UP ഇനി പരമാവധി കിട്ടില്ല, ബീഹാറിൽ ഇനി പരമാവധി 80 പഠിക്കുമെന്നാ പറയുന്നത്. രാമക്ഷേത്രമൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ 80 70 മേലെ കിട്ടിയിരിക്കല്ലേ. പിന്നെ 70-80 തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ്. ബീഹാറിൽ കുറയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ മധ്യപ്രദേശ്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര, അല്ലെങ്കിൽ കർണാടക, പിന്നെ നമ്മുടെ തെലങ്കാന, അങ്ങനെ കൂട്ടി പോകുമ്പോൾ എവിടെയും പക്ഷേ ഇക്കുറി NDA തന്നെ തുടരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടല്ലേ? അല്ല, എങ്ങനെ NDA തുടരുക? കുറച്ച് സീറ്റ് പറഞ്ഞത് കഴിഞ്ഞ തവണ കിട്ടിയാത്ത സീറ്റ് കിട്ടുള്ളൂ, അത് കൂടുതൽ കിട്ടില്ല എന്ന് പറയും. അത്രയും കിട്ടിയാൽ തന്നെ ഭരണം കിട്ടുമല്ലോ. അല്ല, കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റിൽ കുറയാനേ ഇടയുള്ളൂ, ഒരിക്കലും. അതായത് അധികാരം നഷ്ടമാകും മുന്നണി തീർച്ചയായിട്ടും, എന്തായാലും സംശയിക്കേണ്ട കാര്യം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ മുന്നണികൾ, പ്രധാനപ്പെട്ട കുറേ സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നണി BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം എന്തായാലും ഇന്ത്യയിൽ ഒഴിവാകും
എന്നത് ഉറപ്പാകുന്നുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെ ഒരു സെക്കുലർ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. അതിൻ്റെയൊക്കെയുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റും. കോൺഗ്രസ് ആ സാധ്യതകളെയൊക്കെ പൂർണ്ണമായും ഉപയോഗിച്ചോ? കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ ഇന്ത്യ മുന്നണിയുടെ സമ്മേളനങ്ങളെ, റാലികളെ എല്ലാം മാറ്റിവെക്കുകയാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിയുന്നു, കോൺഗ്രസ് തോൽക്കുന്നു, വീണ്ടും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിറങ്ങുന്നു. അതിനിടയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒന്നിച്ച് നിൽക്കാനുള്ള അവസരത്തിന് പകരം ഒറ്റയ്ക്ക് നിൽക്കാൻ, ഒറ്റയ്ക്ക് ശക്തി തെളിയിച്ചിട്ട് ഒന്നിപ്പിക്കാനുള്ള ഒരു കോൺഗ്രസിന്റെ നീക്കം അത് പാളിപ്പോയോ? അല്ല, കോൺഗ്രസ്സിന് സഹജമായ ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളുടെ ഭാഗം കൂടിയാണത്. അപ്പോൾ പക്ഷേ കോൺഗ്രസിൻ്റെ ബലവും ബലഹീനതയും എല്ലാം ഇത്തവണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്നത് പ്രതിപക്ഷം ആകെ ഉണ്ടാക്കുന്ന ഐക്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത് രൂപപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു സെക്കുലർ പാർട്ടിയാണ്. അവർക്ക് ആ പാർട്ടിയുടെ പണ്ട് ഭരണത്തിലുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. അതിന് വലിയ ക്ഷീണം സംഭവിച്ചു പോയി. ഒരുപാട് ആളുകൾ കോൺഗ്രസ് നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട്. ഇന്നലത്തെ കോൺഗ്രസ് ഇന്ന് ബി ജെ പി ആണ്. ഇവിടെ കണ്ടില്ലേ, കണ്ണൂരിൽ കെ സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുകയാണ് ബി ജെ പി ടിക്കറ്റിൽ. അല്ല, പത്മജ വേണുഗോപാൽ ബി ജെ പി ആയാൽ, അനിൽ ആന്റണി ബി ജെ പി ആയാൽ അതാണ് ആർക്കും ബി ജെ പി ആയിക്കൂടെ. നമ്മൾ കണ്ട ഏറ്റവും വലിയ കോൺഗ്രസ്സുകാർ ഒന്ന് കൈകരണാരനും മറ്റൊന്ന് എ കെ ആന്റണിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടുത്ത തലമുറ നേരെ പോയി ബി ജെ പിയിൽ ചേരുന്നു എന്നത് കോൺഗ്രസ്സുകാർക്ക് രണ്ട് പരിമിതിയുണ്ട്. ഒന്ന്, കൃത്യമായ പ്രത്യയശാസ്ത്ര വീക്ഷണത്തിൻ്റെ ഒരു അഭാവം അവർക്കുണ്ട്. എവിടെ നിൽക്കുന്നു എന്ന് ഉറപ്പാക്കി പറയണമല്ലോ. അവിടെ ആടിക്കളിക്കാനും ചാഞ്ചാടാനും പാടില്ല. മറ്റൊന്ന്, സാമൂഹ്യ കാഴ്ചപ്പാടിലും അത് വളരെ പ്രസക്തമാണ്. ഇക്കണോമിക്, സാമ്പത്തിക നീതിബോധവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അത് വളരെ പ്രസക്തമാണ്. ഇതിൽ കൃത്യതയുള്ള നിലപാടുകളുടെ അഭാവം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് ഈ മണ്ഡലത്തിൽ അങ്ങയുടെ വിജയത്തിലേക്ക് എത്തിക്കുമോ? കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തില്ല എന്നൊരു പ്രതീതി ഇതിനകം തന്നെ ബി ജെ പി 400-ലധികം സീറ്റ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഉണ്ടാക്കും. അത് അങ്ങേക്ക് ഈ മണ്ഡലത്തിൽ ഗുണമാകുമോ? അങ്ങനെയാണെങ്കിൽ എത്ര വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഞാൻ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ കൃത്യതയുള്ള ഒരു കാഴ്ചപ്പാടും നിലപാടുണ്ട്. ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ഇടതുപക്ഷ സാന്നിധ്യം എന്നത് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ സാന്നിധ്യമാണ്. അതിൻ്റെ അംഗബലത്തേക്കാൾ ഉപരിയായിട്ട് അത് പാർലമെൻറ്റിനകത്തേലെത്തുന്ന ഒരു സ്വാധീനമുണ്ട്. അത് ജനവിരുദ്ധമായ നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ, നിയമങ്ങൾ വളരെ തെറ്റായ രൂപത്തിൽ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതൊരു സമരമാണ് പാർലമെൻ്ററി. അപ്പോൾ പാർലമെൻ്ററി വേദികളെ, പാർലമെൻറ്റ് അടിസ്ഥാനപരമായി ഗവൺമെൻറ് അല്ല, പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നമ്മൾ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സ്ഥലമാണ്. അതാണ് പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിലെ ഭൂരിപക്ഷമാണ് എക്സിക്യൂട്ടീവിനെ ഉണ്ടാക്കുന്നത്, സത്യമാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് ആരായാലും ശരി, അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളും നമുക്ക് ഇടപെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇതിന് പുറമേയോട് ചർച്ച ചെയ്യാനാവും. ഇവിടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ. ഈ പുതിയ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനകീയ വിഷയങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അതിനായിട്ട് ഒരു ശക്തമായ സ്വരമായിട്ട് വരാൻ അങ്ങേക്ക് കഴിയട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.